മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് തുരങ്കപാതയെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയസ് ഇഞ്ചാനിയനിയൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിന് 100-100 മാർക്കെന്നും ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. അഭിമാന നിമിഷമെന്ന് ലിൻഡോ ജോസഫ് പറഞ്ഞു. ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റിംഗിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് നിർവഹിച്ചു. നമ്മളോടൊപ്പം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫും കൂടെ താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയസ് ഇഞ്ചനാനിയിലുമുണ്ട്. പിതാവേ, കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു പദ്ധതിക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വികസനം നമുക്ക് നാടിൻ്റെ വളർച്ചയ്ക്ക് വളരെ അനിവാര്യമാണ് എല്ലാ പ്രദേശത്തും. എന്നാൽ അതിനെന്തൊരു വലിയൊരു ചുവടുവയ്പ്പാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു സ്വപ്നം ഒരിക്കൽ കൂടി അതിൻ്റെ ചിറകുകൾ മുളച്ച് പറക്കുകയാണ്. നമുക്കതിലേക്ക് മുന്നോട്ട് നീങ്ങുകയാണ്. വലിയ സന്തോഷമാണ് ഈ അവസരത്തിലുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഏറെ പ്രത്യേകിച്ച് ആദ്യകാലം മുതൽ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇത് തുടങ്ങിയത്. അന്നുണ്ടായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയും മാണി സാറിനെയും എല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. പക്ഷേ അതിനുശേഷം പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ശ്രീ ജോർജ് എം തോമസ് MLA അത് ഒരു പാതി വഴി പിന്നിട്ടു. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴത്തെ MLA ലിൻഡോയ്ക്ക് 100-100 മാർക്ക് നൽകുകയാണ്. പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ പരിസ്ഥിതി അടക്കമുള്ള അതൊരു പ്രശ്നമായി തന്നെ മുൻപോട്ട് വരും. അപ്പോൾ അതിനെല്ലാം മറികടന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അതിൽ നമുക്ക് മുഖ്യമന്ത്രിയുടെ ഒരു നിശ്ചയദാർഢ്യം, ആദ്യം ഈ പ്രോജക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആദ്യത്തെ മിനിസ്ട്രിയിൽ ഇത് നമ്മൾ നടപ്പിലാക്കും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ ഈ പദ്ധതിയിൽ ചേർത്ത് വെച്ച് നടപ്പിലാക്കാൻ സാധിച്ചത് മുഖ്യമന്ത്രിയോട് ഉള്ള കടപ്പാട് തീർത്താൽ തീരാത്തതാണ്. ഈ മലയോര മേഖലകളിൽ നിന്നും ആളുകൾ വീടും സ്ഥലമൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു പദ്ധതി മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ അത് ആളുകളെ കൂടുതൽ ഇവിടേക്ക് പിടിച്ചിരുത്താനും ടൂറിസം മേഖലയ്ക്ക് ഉൾപ്പെടെ അതൊരു വലിയ ഒരു ഗുണമാകുമെന്ന് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും, അതിന് യാതൊരു സംശയമില്ല. ഈ പ്രദേശം, ഈ മുത്തപ്പൻപുഴ ഏറ്റവും അവഗണിക്കപ്പെട്ടിരുന്ന സ്ഥലമാണ്. ഇവിടെ ധാരാളം ആളുകൾ വിറ്റിട്ട് സ്ഥലം വിറ്റ് പോവുകയായിരുന്നു. എന്നാൽ ഇന്ന് വലിയൊരു പ്രതീക്ഷയാണ് ആളുകൾക്ക് അതിലുള്ളത്. അതവരുടെ മുഖത്തുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷം ഇതിൻ്റെ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം എത്രയോ വളർച്ചയാണ് ഈ പ്രദേശത്ത് വന്നിട്ടുള്ളത്. നേരിട്ട് കാണുകയല്ലേ. അപ്പോൾ മുന്നോട്ടുള്ള ഭാവി എത്രയോ ശോഭനമായിരിക്കും. മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഈ ഒരു മൊമെന്റിന് വേണ്ടിയാണോ കാത്തിരുന്നത്? തീർച്ചയായിട്ടും അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഇത്ര വേഗത്തിൽ ഫസ്റ്റ് ബ്ലാസ്റ്റിലേക്ക് പോകാൻ കഴിയുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മൾ ഓഗസ്റ്റ് 31, 2025 ഓഗസ്റ്റ് 31 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. പിന്നീട് 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ബ്ലാസ്റ്റിലേക്ക് എത്താന്ന് പറഞ്ഞാൽ ഒരുപാട് കടമ്പകൾ അതിനിടയിൽ കിടക്കാനുണ്ട്. അതെല്ലാം വളരെ വേഗതയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു. ഫസ്റ്റ് ബ്ലാസ്റ്റ് നമ്മൾ തീരുമാനിച്ചതിനേക്കാൾ വേഗതയിൽ നടന്നു. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തീരുമാനിച്ച 2029 മുമ്പ് നമുക്ക് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അത് അതീവ സന്തോഷകരമായ കാര്യം. എല്ലാവരുടെയും വലിയ സപ്പോർട്ട് ഈ കാര്യത്തിലുണ്ട്. അത് ഗവൺമെൻറ് നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം നടക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട്, അതോടൊപ്പം കിഫ്ബി പദ്ധതിയിൽ എത്ര തുക ചെലവായാലും ഈ പദ്ധതി നടപ്പിലാക്കുമെന്നുള്ള തീരുമാനം, പിന്നീട് ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോയപ്പോൾ അതെല്ലാം കൃത്യമായി മുഖ്യമന്ത്രി നടത്തുന്ന ഒരു മോണിറ്ററിംഗ്, അതെല്ലാം ഈ പദ്ധതിയുടെ ആത്യന്തികമായ വിജയത്തിന് കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു വലിയ ബിഗ് സല്യൂട്ട് ഈ നാടിന് വേണ്ടി നൽകുകയാണ്. അപ്പം MLAയും അതോടൊപ്പം തന്നെ പിതാവും സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒറ്റൊരാളുടെ നിശ്ചയദാർഢ്യമാണ് ഈ പദ്ധതി ഇത്രയും വേഗത്തിൽ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ സഹായിച്ചത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം ആദ്യഘട്ടം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ തുടർ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അതീന്ദർ ജിത്തുവിനൊപ്പം ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം.